ഇതാണ് അവസ്ഥ. പ്രദേശമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നല്ലൊരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ നല്ലൊരു മഴ വന്ന എന്തായിരിക്കും അവസ്ഥ? ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായത് മൊത്തം മുരിച്ചു പോകും. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, സിമ്പിൾ ആയിക്കോണം, നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാണ് മാധവാടിയിൽ അന്ന് അദ്ദേഹം പറയുന്നത്. മാധവാടി റിപ്പോർട്ടിൽ പറയുന്നത് മോണോകൾച്ചർ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ചില കാര്യങ്ങൾ മാത്രം അദ്ദേഹം പറയുന്നുള്ളൂ. ഇതൊന്നും അറിയാത്ത ആളാണ് മാധവാടി റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നുള്ളതാണ്. ഈ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായതിനു ശേഷം തൊട്ട സൺഡേ സോമേധ റിസർച്ച് ഫൗണ്ടേഷനിൽ അവിടുത്തെ DBT സ്കിൽ വിജ്ഞാന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് സൺഡേ ഇതുമായി ബന്ധപ്പെട്ട ടോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി അവിടെ പോയപ്പോൾ കുട്ടികൾ മൊത്തം ചോദിക്കുന്നു, വീട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, രാത്രി ലൈറ്റ് ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മാധവ റിപ്പോർട്ടിൽ, കോറി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും മാധവ റിപ്പോർട്ടിലില്ല. അവർ പറഞ്ഞ ക്വസ്റ്റ്യന് മൊത്തം അവിടെ എന്താണ് മാധവ റിപ്പോർട്ടിൽ പറഞ്ഞതെന്ന് ഞാൻ അവിടെ എക്സിബിറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാറ്റാൻ പറ്റുമായിരുന്നു കുറച്ചൊരു ഇതായിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത്, നമ്മളെല്ലാം ഇതിന്റെ എന്താണ്, നമ്മൾ കാര്യസ്ഥനാണ്. ഇത് വേറെ ആരുമില്ല, ഗവൺമെന്റ് അല്ല ഇതിന്റെ കാര്യസ്ഥൻ, ഓരോ ഇൻഡിവിജ്വൽ ആണ് ഇതിന്റെ കാര്യസ്ഥൻ. ഈ മാധവാടിക്കൽ റിപ്പോർട്ടിന്റെ മെയിൻ കാര്യമായി കൊണ്ട് തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബോട്ടം അപ്പാണ്. അത് ഗ്രാമസഭകളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ എന്ത് റെസ്ട്രിക്ഷൻ വേണം, അതിന് മുകളിൽ ഇമ്പോസ് ചെയ്യുന്നത് ഗ്രാമസഭകളാണ്. സ്വരാജ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അതായത് ഗ്രാമസഭകളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ നാട്ടില് ഏതൊക്കെ റെഗുലേഷൻ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ. ഇനി ഒന്നും വേണ്ട, മാധവ റിപ്പോർട്ടിൽ പറയുന്ന എക്കോളജിക്കലി സെൻസിറ്റീവ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ 6ാമത്തെ സ്ഥലം, മാധവ റിപ്പോർട്ടിലെ എക്കോളജിക്കലി സെൻസിറ്റീവ് ലൊക്കാലിറ്റി 6ാമതായി പറയുന്നത് നിലമ്പൂർ - മേപ്പാടി എന്നുള്ളതാണ്. 2012 പറഞ്ഞതാണ്. നിലമ്പൂർ - മേപ്പാടി എന്താ, ഈ പറയുന്ന നിലമ്പൂരും മേപ്പാടിയും തമ്മിൽ ബന്ധമുണ്ട്. കാരണം അവിടെ റോഡ് മാർഗം ബന്ധമില്ലെങ്കിലും അവര് ജോഗ്രഫിയിൽ അടുത്തടുത്താണ്. ഈ സ്ഥലത്താണ് കവളപ്പാറ ഉണ്ടായിട്ടുള്ളത്, ഈ സ്ഥലത്താണ് മുണ്ടക്കൈ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ചാലിയാർ പുഴയുടെ ഒരു ഏറ്റവും വലിയ ട്രൈബ്യൂട്ടറി, 2 ട്രൈബ്യൂട്ടറിൽ ഒന്നെന്ന് പറയുന്നത് ഈ മുണ്ടക്കൈ എന്നാണ് ഉത്ഭവിക്കുന്നത്. ആ മുണ്ടക്കൈ നമ്മുടെ വയനാട് അതിന് മുമ്പ് 2019 ഉണ്ടായിട്ടുള്ള സ്ഥലം, പാതാറ്, ഈ സ്ഥലങ്ങളെല്ലാം നിലമ്പൂർ - മേപ്പാടി എന്ന് പറഞ്ഞ അദ്ദേഹം കൊടുത്ത സ്ഥലത്താണ്. അദ്ദേഹം 2012 ഈ പറഞ്ഞ GA സ്റ്റാറ്റ് വെച്ച് പ്രഡിക്റ്റ്, അദ്ദേഹം എന്ന് ഉദ്ദേശിച്ച അദ്ദേഹത്തിന്റെ കമ്മിറ്റി മുന്നോട്ട് വെച്ച സ്ഥലങ്ങളിൽ പറഞ്ഞ ഇതാണിത്. അപ്പം ആ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോയിട്ടുണ്ട്. പിന്നെ ഗാഡ് റിപ്പോർട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞു, ഭയങ്കര പ്രക്ഷോഭം നടന്നു, ഗാഡഗിനെ വയനാട് കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞു, പല പ്രശ്നങ്ങളായി കസ്തൂരംഗ റിപ്പോർട്ട് വന്നു. രണ്ടും നടപ്പിലാക്കിയിട്ടില്ലാത്ത ഒരു അവസ്ഥയാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ പുതിയൊരു കാലഘട്ടത്തിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വേണോ വേണ്ട എന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അതാണ് നിലവിലുള്ള ഇതിന്റെ സാഹചര്യം എന്ന് പറയുന്നത്. പിന്നെ അതിൽ വരുന്ന പൊളിറ്റിക്സുകളാണ്. ഇപ്പൊ വയനാട് ഈ കഴിഞ്ഞ ഒരു ഫെബ്രുവരി മാസത്തിൽ ഉണ്ടായിട്ടുള്ള കടുവ അക്രമവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ, അപ്പൊ അതിലൊക്കെ ചില പൊളിറ്റിക്സുകൾ, ഞാൻ പറയാം പൊളിറ്റിക്കൽ പാർട്ടികൾ, ചില പൊളിറ്റിക്സ് കയറി വരുന്നുണ്ട്. അവിടെയെല്ലാം നമ്മളടക്കമുള്ള അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളെ ഉത്ഭുതരായിക്കൊണ്ട് എല്ലാവരെയും ഇതിന്റെ ഒരു ബയോഡൈവേഴ്സിറ്റിന്റെ കാര്യസ്ഥൻ നാം ഓരോരുത്തരുമാണ് എന്ന രീതിയിലേക്ക് പോവുക. ആ ഒരു ഇനീഷ്യേറ്റീവിലാണ് പേഴ്സണലി ഞാനും ഈ ഒരു ടോപ്പിക് എടുത്തുകൊണ്ട് കേരളത്തില് ഏകദേശം 6 ഇതോടുകൂടി 6ാമത്താണ്. ഇനി അടുത്ത ആഴ്ച ഒരു പ്രോഗ്രാം ഉണ്ട് ഇതാവുന്നത്. കാരണം നമ്മൾ ഒരാളെ പെട്ടെന്ന് കാര്യമില്ല, നമ്മുടെ ഐഡിയോളജി പല ആളുകളിലേക്ക് മാറ്റുന്നത്, ഇതൊരു മൂവ്മെന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഇനി ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് വരികയാണെങ്കിൽ, ക്ലൈമറ്റ് ചേഞ്ച് ചില വിഷയങ്ങൾ പറഞ്ഞു, റൈസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന അന്റാർട്ടിക്ക മിനിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മുടെ നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചിന്റെ ഡയറക്ടറുടെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, അതായത് ഈ ആർട്ടിക്കും അന്റാർട്ടിക്കും മൊത്തം ഉരുകിയാൽ 16 മീറ്റർ എന്ത് ചെയ്യും, സീ ലെവൽ ഉയരുന്ന പറഞ്ഞത്. നമ്മുടെ കേരളത്തിലുള്ള കൊച്ചിത്തെ വിഷയം എന്താ, ഇപ്പം മഴ ജസ്റ്റ് ഒഴുകിയാൽ എന്താണ്, വെള്ളക്കെട്ടാണ്, വെള്ളം ഒഴുകി പോകുന്നില്ല. കാരണം എന്താ, വെള്ളം ഒഴുകണമെങ്കിൽ വെള്ളം മുകളിലും താഴെയാണ് കടല്, ഇത് തമ്മിൽ വലിയ വ്യത്യാസമില്ല, ആ രീതിയിലേക്ക് പോവാണ്. അപ്പം ആഗോളതാപനം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ ഈ പറയുന്ന മൺസൂൺ, ഇന്ത്യയിലുള്ള മൺസൂൺ വരെ അന്റാർട്ടിക്കൽ എന്ത് ചെയ്യുന്നുണ്ട്, മഞ്ഞുരുകലിന് കാരണമാവുന്നുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ വലിയ രീതിയിൽ കൂടും. അപ്പൊ നമ്മൾ വിചാരിക്കും ടെമ്പറേച്ചർ കൂടാന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ വളരെ ചെറുതല്ലേ, ഒരു ഡിഗ്രി സെൽഷ്യസ് കൂടിയപ്പോ എന്താ വിഷയം? ജസ്റ്റ് ആലോചിച്ച് നോക്കിയേ, 99 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം എന്ന് പറയുന്ന വെള്ളമാണ്, 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ നീരാവിയായി മാറി. 1 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളമാണ്, 0 ഡിഗ്രി സെൽഷ്യസ് ഐസായി മാറി. 1 ഡിഗ്രിയിലെ വ്യത്യാസം കൊണ്ട് വെള്ളത്തിൽ സംഭവിക്കുന്ന വിഷയമാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ പല വിഷയങ്ങളും ഉണ്ടാവില്ലേ. നമ്മുടെ ഭൂമിയിൽ നമുക്കെല്ലാം ഭക്ഷിക്കാനുള്ള ഈ പറയുന്ന ഭക്ഷണം
ഉണ്ടാക്കുന്ന ഏറ്റവും നമുക്ക് കടപ്പാടുള്ളത് തേനീച്ചനോടാണ്. കാരണം എന്താ, ഈ തേനീച്ചയാണ് ഈ പരാഗണം നടത്തുന്നത്. ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് തേനീച്ചകൾ ഭൂലോകത്തിൽ നിന്ന് ഇല്ലാതായാൽ മാക്സിമം 2 വർഷം ഭൂമി നിലനിൽക്കും. അതിനപ്പുറം ഒരു ജീവൻ പോലും ഭൂമിയിൽ നിലനിൽക്കൂല. അപ്പൊ അതാണ് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ കൺസേൺ ആവേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങണം. ആര് അധികാരികൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഭരണകൂടത്തെ മൊത്തം നമ്മൾ അട്ടിമറിക്കണമെന്നില്ല. നമ്മൾ അതായത് ഏത് പൊളിറ്റിക്സ് അവിടെ ഇന്ത്യ പോലെ ജനാധിപത്യ രാജ്യത്തില് ബഹുഭൂരിപക്ഷം എന്ത് പറയുന്നു അല്ലെങ്കിൽ വോട്ട് ബാങ്കിനനുസരിച്ചായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബഹുഭൂരിപക്ഷം ആളുകളെയും ഇത് മനസ്സിലായിക്കൊണ്ട് ഈ ഒരു ആദർശം, ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച്, അത് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ അഡ്രസ് ചെയ്യണം എന്നുള്ളതും ബയോഡൈവേഴ്സിറ്റി നമ്മൾ കൺസർവ് ചെയ്യണം എന്ന് പറയുന്ന ഈ ഒരു മൂവ്മെന്റ്, ഈ ഒരു ആദർശം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതൊരു മിഷനായി നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ഈ എന്താ പറയാ, ഇപ്പം ഏറ്റവും ഫേമസ് ആയിക്കൊണ്ട് അന്റാർട്ടിക്ക വിഷയത്തിൽ നമ്മൾ കാണുന്ന ഒരു പിക്ചർ ഉണ്ടായിരുന്നു. നമുക്കറിയാം, കരടി, പോളാർ ബിയർ എന്നൊക്കെ പറയുമ്പോൾ ഒരു തുടുത്തൊരു എന്താ പറയുക ജീവിയാണ്. മെലിഞ്ഞൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പോളാർ ബിയറിന്റെ ഫോട്ടോ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പം അവിടെ ഉണ്ടാവുന്ന വെച്ചാൽ നമുക്കറിയാം, ഐസിൽ ജീവിക്കുന്ന ജീവനെ സംബന്ധിച്ച് ഇത് രണ്ടും ഐസാന്ന് വിചാരിക്കുക. ഇത് വിട്ടുപോയാൽ ഈ ഒരു ഐസിൽ നിന്ന്, ഐസ്ബർഗിൽ നിന്ന്, ഐസ് ഫോൾഡിൽ നിന്ന് ഇങ്ങോട്ട് അവർക്ക് എന്ത് ചെയ്യും, മാറിപ്പോകേണ്ടി വരും. ഇതിൽ കണക്ഷൻസ് ഇല്ലാതാവുന്നു എന്നുള്ളതൊക്കെ ഈ ഒരു പ്രശ്നമാണ്. 2012 അതുപോലെ 980 തമ്മിലുള്ള കമ്പാരിസൺ, അന്റാർട്ടിക്കയുടെ ഐസുമായി ബന്ധപ്പെട്ട കമ്പാരിസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30% എന്ത് ചെയ്യുന്നു, അത് ഐസ് അല്ലാതെയായി മാറി എന്നുള്ളതാണ്. അതായത് ത്രൂ ഔട്ട് ദ ഇയർ അവിടെ ഐസ് വരുന്നില്ല എന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ഫ്യൂച്ചറിനെ ഇത് ബാധിക്കും എന്നുള്ളതാണ്. പിന്നെ എക്സ്ട്രീം ഈവെന്റ്സ് നോക്കുകയാണെങ്കിൽ, വെതർ പാറ്റേൺ നോക്കുകയാണെങ്കിൽ, ഞാൻ സമയത്തിൽ അടുക്കുകയാണ്. അപ്പം ജസ്റ്റ് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വെതർ ഈവെന്റ്. നമ്മൾ വിചാരിക്കും ചൂടല്ലേ, കേരളത്തിൽ ചൂടല്ലല്ലോ. അത് ലോകം മൊത്തം നോക്കുമ്പോൾ ചൂടായിരിക്കാം. പക്ഷെ കേരളത്തിന്റെ കാലാവസ്ഥ നോക്കുമ്പോൾ നമുക്ക് എക്സ്ട്രീം ഈവെന്റുകൾ ഉണ്ടാകും. അഥവാ തണുത്ത സ്ഥലങ്ങൾ കൂടുതൽ തണുക്കും, ചൂടുള്ള സ്ഥലങ്ങൾ കൂടുതൽ ചൂടാവും. പക്ഷെ മൊത്തം ലോകം എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്ലോബ് എടുത്ത് നോക്കുമ്പോൾ വാർമിംഗ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ പറയുന്ന കൺസെപ്റ്റ്. അപ്പം മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ ആ പറയുന്ന ജൂലൈ മാസം 30 അന്ന് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മുണ്ടക്കൈയിൽ 48 മണിക്കൂർ കൊണ്ട് 50 സെന്റിമീറ്റർ മഴ പെയ്തത്. 50 സെന്റിമീറ്റർ മഴ ആലോചിച്ച് നോക്കി. നമ്മളാണ് വേറെ എന്തോ ആവട്ടെ, എന്തും 50 സെന്റിമീറ്റർ മഴ, 1/2 മീറ്റർ മഴയാണ് 48 മണിക്കൂർ കൊണ്ട് പെഴുതത് എന്നുള്ളതാണ്. അപ്പൊ ആലോചിച്ച് നോക്കേണ്ടത്, ഈ പറഞ്ഞ മുണ്ടക്കൈയിലേറെ വിഷയമുള്ള സ്ഥലങ്ങൾ, അവിടെ സുഗന്ധരി പോലുള്ള വയനാട് സ്ഥലങ്ങള് ഏത് സമയത്തും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാവരുത് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷെ അങ്ങനെ പല മലകളും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ വയനാടിന്റെ ഏറ്റവും ഇഷ്യൂ നമ്മൾ പറയും, വയനാട്ടിൽ കോറികൾ ഇല്ലല്ലോ എന്നൊക്കെ. വയനാട് ഞാൻ പറഞ്ഞ മുകളിലാണ്, ഡെക്കൻ പ്ലാറ്റ്യൂ താഴെയാണ്. അതിന്റെ താഴെ എന്ന് പറഞ്ഞാൽ വയനാടിന്റെ ചുറ്റോറും ഈ പറഞ്ഞ കോഴിക്കോട്, മലപ്പുറം പോലെ സ്ഥലങ്ങളാണ്. ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ എടുത്ത് അല്ലെങ്കിൽ ഗൂഗിൾ എർത്ത് എടുത്ത് നോക്കിയിട്ട് ജസ്റ്റ് സൂം ചെയ്ത് നോക്കിയാൽ മതി. കക്കാടംപൊയിൽ ഏരിയയിലൊക്കെ പോവാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു കൺസേൺ ഞാൻ ലിങ്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ജസ്റ്റ് ഗൂഗിൾ എർത്തിലെ ഫോട്ടോ ഞാൻ കൊടുത്തത്. ഒരു ജസ്റ്റ് ഏരിയ തന്നെ എത്ര കുഴികളാ കാണുന്നെന്നോ അത് നമുക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന ഈ അരീക്കോട്, ഇടവണ്ണ പോലെയുള്ള അല്ലെങ്കിൽ ആ കക്കാടംപൊയിൽ പോലെയുള്ള ഇതിന്റെ താഴെ അഥവാ വയനാടിന്റെ താഴെ സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ അവിടെ മൊത്തം കോറികളാണ്. അതിന്റെ എഫക്റ്റ് അവിടെ കാണിക്കും. നമ്മുടെ അടുത്ത് ഗൂഗിൾ എർത്തിൽ എടുത്ത് പോയിട്ട് മുണ്ടക്കൈൻ്റെ അടുത്ത് കോറി ഉണ്ടോ നോക്കിയിട്ട് കാര്യമില്ല. ഇത് മൊത്തം ഇന്റർ കണക്റ്റഡ് ആണെന്നുള്ള രീതിയിലാണ്. അപ്പം അതൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മനുഷ്യനിർമ്മിതമായിക്കൊണ്ട് എസ്പെഷ്യലി ഡൽഹിയിലൊക്കെ ഉണ്ടാവുന്ന അവിടുത്തെ പുകയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലൊക്കെ എന്ത് ചെയ്യണം, പൊതുസമൂഹം ഇതൊരു കൺസേൺ ആക്കി മാറ്റി കൊണ്ടുവരണം എന്നുള്ളതാണ്. ഡൽഹിയിലൊക്കെ അവിടെ ജീവിക്കുന്ന ആളെ സംബന്ധിച്ച് 15 സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്നത്. ഗാസിയാബാദിന് ആണെങ്കിൽ 18 എന്നുള്ള കണക്കൊക്കെ ഇന്ത്യയുടെ അത് റിപ്പോർട്ട് പുറത്തു വിട്ടിരുന്നു. അതേപോലെ സുന്ദർബാൻ റീജിയണിൽ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകൾ മൊത്തം അഗ്രികൾച്ചർ വിട്ടുകൊണ്ട് വേറെ അക്വാകൾച്ചറിലേക്ക് മാറുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് കറന്റ് സയൻസ് ഓഗസ്റ്റില് ഞാൻ തന്നെ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സംഭവം നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ട്. കക്കാടംപൊയിൽ എടുത്ത് നോക്കിയാൽ മതി. അഗ്രികൾച്ചർ വിട്ടുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാണ്, ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ളത്, എല്ലാ റിസോർട്ടിലേക്ക് മാറാന്നല്ല, ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ഈവനിങ് സ്നാക്ക് കടകൾ, ഈ ചെറിയ ചെറിയ ഹോട്ടലുകൾ ഇതിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. കക്കാടംപൊയിൽ ഇപ്പോഴും സ്റ്റിൽ ഒരു മാസം മുമ്പ് പോയപ്പോൾ നമുക്ക് കാണാൻ പറ്റി, ഈ പറയുന്ന മോണോകൾച്ചറോടെ കാണുന്നുണ്ട്. ചെരിഞ്ഞ സ്ഥലങ്ങളിൽ വാഴകൃഷി നടത്തുന്നുണ്ട്, ചെരിഞ്ഞ സ്ഥലങ്ങളിൽ പപ്പായ കൃഷി നടത്തുന്നുണ്ട്. അവിടുത്തെ ആളുകൾ അവരെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മളിങ്ങനെ മാധവയുടെ റിപ്പോർട്ട് നടപ്പിലാക്കുക അന്നേ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആളുകളെ അല്ലെങ്കിൽ അവരൊന്നും കുറ്റപ്പെടുത്തില്ല, അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? നമ്മളാണ്.
നിലവിൽ 2024 കൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരാണ് ഇനിയൊരു ദുരന്തം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. അപ്പം ക്ലൈമറ്റ് ലീഡേഴ്സ് ആവുക എന്നുള്ളത്, നമ്മൾ ഓരോരുത്തരും ക്ലൈമറ്റ് ലീഡേഴ്സ് ആവുക, നമ്മൾ ഓരോരുത്തരും ബയോഡൈവേഴ്സിറ്റിന്റെ കാര്യസ്ഥന്മാരാവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഇനി മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ബാംഗ്ലൂരിലാണെങ്കിൽ നമുക്കറിയാം വെള്ളത്തിന്റെ ഡ്രോട്ടാണ്, ചെന്നൈയിലാണെങ്കിൽ വെള്ളത്തിന്റെ ഫ്ലഡാണ്. ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നു, മാറുന്നു. പിന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മുടെ ലോകത്തുണ്ടായ 10 ദിവസം ലോകത്തുണ്ടായ ഒരു പ്രശ്നമാണ് സിറിയയിലുണ്ടായ ഭരണമാറ്റം എന്ന് പറയുന്നത്. സിറിയയിലെ ആ ഭരണമാറ്റ തുടക്കം എന്ന് പറയുന്നത് ക്ലൈമറ്റുമായി ബന്ധമുണ്ട്. അവിടെ കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോൾ റൂറൽ ഏരിയയിലുള്ള ഗ്രാമീണ മേഖലയിലെ ആളുകൾ മൊത്തം എന്ത് ചെയ്തു, അർബൻ ഏരിയക്ക് മാറി. അർബൻ ഏരിയക്ക് മാറിയപ്പോൾ ഇവർക്ക് ജീവിക്കാൻ സ്ഥലമില്ല. അവരെന്ത് ചെയ്തു, ഈ പറയുന്ന പാലത്തിന്റെ താഴെയും ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്തു, നമ്മുടെ നാട്ടിൽ അന്യ സംസ്ഥാനത്തു നിന്നുള്ള അതിതൊഴിലാളികൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സിനെയും നമ്മുടെ നാട്ടിലെ സോഷ്യോളജി, നമ്മുടെ സൊസൈറ്റിനെയും പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇതുപോലെ വലിയൊരു ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക് നാളെ വരികയാണെങ്കിൽ അവസ്ഥ ആലോചിച്ചൊക്കെ അവർക്ക് ജീവിക്കാൻ സ്ഥലമില്ല. അവിടെ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളും നമ്മൾ ബംഗ്ലാദേശിൽ അറിയാലോ, അവിടെ ചില ആളുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് അവസാനം എന്ത് ചെയ്തു, ഭരണമാറ്റിലേക്ക് സംഭവിച്ചെന്ന് പറഞ്ഞ പോലെ സിറിയന്റെയും തുടക്കം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നോക്കിയിട്ട് മറാത്ത്വാഡ എന്ന് പറയുന്നത് അവിടെ വലിയ രീതിയിൽ ഡ്രോട്ട് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ കോസ്റ്റൽ ഏരിയ, നമ്മൾ കേരളം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി സുഡാന് പോലുള്ള സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, ദർഫർ പോലുള്ള സ്ഥലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇനിയൊരു മുണ്ടക്കി നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ നാട്ടില് ഇതുപോലുള്ള ഒരു സ്ഥലങ്ങൾ, കവളപ്പാറ, ഇപ്പോഴും 2024 കവളപ്പാറയിൽ പോയാല് ആ മണ്ണ് ഒലിച്ചു വന്ന് ഇപ്പോഴും അത് കവറായിട്ടില്ല. അത് മണ്ണ് ഒലിച്ചു വന്ന സ്ഥലം, ആ ചുവന്ന മണ്ണ് ഇപ്പോഴും പച്ചപ്പ് കവറായതിൽ ഇപ്പൊ നമുക്ക് ചുവപ്പ് കാണാൻ പറ്റുന്നതാണ്. അതായത് അതൊക്കെ ഒരു വാണിംഗ് ആണ്. ഇനിയും ഇങ്ങനത്തെ വിഷയങ്ങൾ ഇല്ലാതിരിക്കാൻ അല്ലെ, നമുക്ക് ഒരു ആരോഗ്യത്തിന് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ അതിനെ എന്ത് ചെയ്യും, നമ്മളതിനെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടി നമ്മൾ അതിനെ ചികിത്സിക്കും. അപ്പം നമ്മുടെ ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ വെസ്റ്റേൺ ഘാട്ട്, നമ്മുടെ സഹ്യാദ്രി നിലവിൽ എന്താണ്, ചില പ്രശ്നങ്ങളും ചില രോഗങ്ങളൊക്കെ ഉണ്ടായിട്ട് അവശതയിലാണ്. നമുക്ക് എന്ത് ചെയ്യണം, അതിനെ റീസ്റ്റോർ ചെയ്യണം. നമ്മൾ ഡെവലപ്മെന്റ് വേണം, പക്ഷെ അത് സസ്റ്റൈനബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളെല്ലാവരും എന്താണ്, ഈ പറയുന്ന പശ്ചിമഘട്ടത്തിന്റെ കാര്യസ്ഥന്മാരാണ്. നമ്മളാണ് അതിന് ഉത്തരവാദികൾ, നമ്മുടേതാണത്. നമ്മളെല്ലാം ക്ലൈമറ്റ് ലീഡേഴ്സ് ആണ്. നമ്മളെല്ലാം നിലനിൽക്കുന്നത് നമ്മുടെ പ്രകൃതി തീവ്രവാദികളും അതുപോലെ വികസന വിരോധികളുമല്ല, നമ്മുടെ സുസ്ഥിര വികസനത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മോട്ടോ. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഫുഡ് ഹാബിറ്റിനെ വലുത് ബാധിക്കുന്നുണ്ടാണ്. ഈ ആഴ്ചത്തെ മാധ്യമം ആഴ്ചപ്പതിപ്പില് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എന്നുള്ള 2 സയന്റിസ്റ്റുകളുടെ ലേഖനമുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് കേരളത്തിന്റെ ഫുഡ് ഹാബിറ്റിനെ അല്ലെങ്കിൽ പറഞ്ഞ ന്യൂട്രിയന്റിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ രീതിയിൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് കൺസേൺ ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ മൂവ്മെന്റ്, ഇത്തരം മൂവ്മെന്റുകൾ നമ്മൾ മുന്നോട്ട് പോകണം. പല NGOs കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് മൂവ്മെന്റുമായി മുന്നോട്ട് പോകണം. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. എനിക്കതൊരു പ്രചോദനം എന്ന് പറയുന്നത് 2019 നിലമ്പൂര്, കവളപ്പാറ, പാതാർ ഏരിയകളിൽ ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയമാണ്. അപ്പൊ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് എയ്ഡും കളക്ഷൻസുമായിട്ട് കൊണ്ട് വന്നപ്പോ അപ്പം അവിടെ സൈന്യം ഇറങ്ങിയിട്ടുണ്ട് കവളപ്പാറയിൽ ആ സമയത്ത്. അപ്പോൾ ID കാർഡ് ഇട്ടാണ് പോകുന്നത്. അപ്പൊ ഒരു വീട്ടിലേക്ക് നമ്മൾ ഓരോരോ കിറ്റ് കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു അമ്മ ഓടി വന്ന് കരഞ്ഞുകൊണ്ട് പറയണം. അപ്പൊ നമ്മൾ ID കാർഡ് ഇട്ട് പോകുമ്പോൾ നമ്മൾ ഗവൺമെന്റ് ഒഫീഷ്യലാണെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം. 2 മക്കളുണ്ടായിരുന്നു, 2 പേരും കെട്ടിച്ചയച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ. കുടിയേറ്റ കർഷകരാണ്. പള്ളിയിൽ നിന്ന് ഉണ്ടാക്കി തന്ന വീടാണ്. വീട് ക്ലീൻ ആക്കി, അതായത് വിദ്യാർത്ഥി വന്ന് ക്ലീൻ ആക്കി നോക്കുമ്പോൾ വീട് വെണ്ടിട്ടുണ്ട്, ജീവിക്കാൻ പറ്റൂല. അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ഈ മേഖല ഇടപെടണമെന്നും ഈ മേഖലയിൽ ഗവേഷണം ചെയ്യണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ കരിയർ എന്ന് പറയുന്നത് ഇതിലേക്ക് ആവണം എന്നുള്ള എൻ്റെ മനസ്സിൽ ഈ ഒരു വിഷയം ഉണ്ടാവുന്നത്. നമ്മളൊക്കെ പരിസ്ഥിതി തീവ്രവാദികളും നാടുകാടുകളുടെ റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് പറഞ്ഞാൽ മതി. ഇവൻ ഞാനടക്കം ഈ പറയുന്ന റബ്ബർ എന്താ പറയാ കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളത് ആ റിയാലിറ്റി മറന്നുകൊണ്ടല്ല, പക്ഷെ നാടുകാടൽ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്ത് വേണം, നമ്മൾ ചർച്ചയ്ക്ക് എടുക്കണം, അതുപോലെ നടപ്പിലാക്കണം എന്നുള്ളതല്ല, ചർച്ചയ്ക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പൊ നമ്മുടെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ, നമ്മൾ പരിസ്ഥിതി തീവ്രവാദികളാണ്, വികസന വിരോധികളെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ അമ്മയെ പോലെയുള്ള ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണീരാണ്. അതാണ് ഞാനടക്കമുള്ള ഒരു
5 ആളുകൾ കൂടി ചേർന്നുകൊണ്ട് ടീവാർക്ക് ട്രോപ്പിക്കൽ ബയോഡിവേഴ്സിറ്റി ആക്ഷൻ ആൻഡ് റിസർച്ച് സെന്റർ പോലെയുള്ള NGOകളുമായിട്ട് മുന്നോട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇടപെടുന്ന മേഖല കുറച്ചുകൂടി കൂടുതൽ ആളുകളിലേക്ക് എത്താനും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് അവയർനെസ് ഉണ്ടാക്കാനും കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ചർച്ചയുടെ പാർട്ടായിക്കൊണ്ട് എനിക്ക് ജസ്റ്റ് ഷെയർ ചെയ്യാനുള്ളത്. ചെറിയ സമയം കൊണ്ട് ഷെയർ ചെയ്ത ചില ടോപ്പിക്കുകളാണ്. ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു സംസാരം നിർത്തുകയാണ്. നമുക്ക് ഇതിന്റെ ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു അലീം. ഒരുപാട് ഇൻസൈറ്റ്സ് അലീം ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ കറന്റ് റീസെന്റ് നടന്നിട്ടുള്ള ഇൻസിഡൻസ്, അതേപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്സ്, ഫ്ലഡ്സ് എല്ലാത്തിനെയും റെഫർ ചെയ്തുകൊണ്ടാണ് അലീം സംസാരിച്ചിട്ടുള്ളത്. അപ്പം കുറെ കാര്യങ്ങൾ, ഓരോ തോട്ട്സ് അതല്ലെങ്കിൽ ഓരോ ഇൻസൈറ്റ്സ് ആണ് അലീമോട് ഷെയർ ചെയ്തത്. ഒരുപാട് നന്ദി അലീം, താങ്ക് യു. നെക്സ്റ്റ് നമുക്കുള്ളത് ജോൺസിന്റെ സെഷനാണ്. നമ്മളൊരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബ്രേക്ക് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഓൾറെഡി ഡിലേ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ തൽക്കാലം നമ്മുടെ ബ്രേക്ക് സ്കിപ്പ് ചെയ്യാണ്. Then now we have session with John Spartacus. This session happening in English, and I welcoming the John Spartacus. He is a social activist from Thoothukudi, Tamil Nadu, and he is the co-convener of Coastal Action Network, and he is organizing community-based activities for climate change and climate actions. Now we are welcoming John Spartacus for talking about climate crisis on Peoples of Commons. Yes, sir, you can start. Yeah. Am I audible? Yeah, yes. Yeah. Good evening, all. I am happy to be here. First of all, the previous speaker, as he said about many events, he quoted awfully. I understood awfully. I could not cope up because of the language. But sorry, and also I could not speak in Malayalam. I can speak in Tamil. Sorry, but it will be in a full English conversation. So, so I don't know how other people will. Is there any interpretation? No, is there any interpretation? No. Hello, is there interpretation? Yes, no. Sir. No, difficulty with English, like, if they can just let us know in the chat so that we can have a translation. Yeah. Okay, then. Okay. So basically, I want to share about because there is no more climate change happening, because it is moved out to climate crisis, and it is deadly. And I am also I am also in a situation that flooding happening in the other places in Thoothukudi because of the unpredicted rains that happened in the past 2 days, and it is still raining since yesterday. So this is the situation. How the rain continues. There is a continued pouring of rain. People also notice some water spout in the seas also, where the water is taken to the sky. So these are all unpredicted events, but deadly events, because it creates outpour and also flood throughout the occupies the entire space of Thoothukudi. Not only Thoothukudi, it is also in most of the coastal districts. When I say Thoothukudi, it is more a coastal district. So coastal districts are affecting more these times by this climate crisis, which is also unpredictable in many of the times. So, but I want to share here about how climate crisis is affecting people like fishers who depend on commons. Commons in the sense that people don't have land title to that. It is a commons because since historically people are living in that place. Historically, generationally aging, they are living in that place. So commons are basically the land, forest, and fisheries for these people. But basically, there are many commons, like pastoralists are all in commons. More of the people who are depend upon the nature live in commons, like people in the inland riverine bodies or people in the brackish waters also live in commons. These people don't have any, they have collective rights, not individual rights. They have a collective rights. These people live in, these are a different
indigenous people as such, because they have histories of more than 200 years living in this ecosystem, a large, but they are not acknowledged by the state legal legislations or legal constitutions as people living in commons. There the problem comes because state, as Indian state mostly, Indian state are most of the third world countries, whatever we third world countries like in the Asia and also in Africa, we only learn about the civilizations of River Valley civilization, for example. When the civilization happened is that when the man started cultivating and he becomes cultured, cultivating his own food. Before that, he was hunting. So from there, the civilization started. For India concern, most of that civilization will be drawn as history from the River Valley civilization, which they call from the Indus Valley, Harappa and Mohenjo-daro, which are the minimal, which is the history taught to us. But there are subaltern histories like this. What happens is that this civilization, we are only taught about River Valley civilizations and some about forest settlements, even tribes. We say we don't call them as civilization because that's what I said. When the man becomes culturing, from hunting to culture, he becomes civilized. So that's what the narrative was taught to us, but it is not at all true because people in the forest also have civilization. People in the desert also have their own civilizations. People in the ocean also have their civilizations. So this has to be de-learned by us. Should de-learn this, and we should bring to that this is not civilization. This is not only the civilization. There are many civilizations because most of us only think that when because why I'm saying this, that fishers are still hunting for food. Forest people are still hunting for their food. But how will you categorize them under a civilized this thing? Still, most of them sees that fishers are very emotional. Fishers are more, what you say, more, in some quote also we can say that fishers are more emotional, more stronger, or barbaric in nature, shouting here and there and all. And most of the people says that always the coastal people are more anti-national of development projects. So this is how the narration starts, how the people see the fisher peoples in large. So how to our work, my age of 36 years today, I want to when I understand there are multiple facets of marginalizations, stigmatization happened on fisher people. This is one of the stigmatization which has been killing us a lot. For example, also I can put together that where does the sun rise and where does the sun sets? Can anybody say? No, not silent. Where does the sun rises and where does the sun set? Can anybody raise the hand and say it's possible? Am I East audible? to west. Am I audible? Yes, Where does the sun rise and where does the sun set? east to west. Sun rises in the east and sun sets in the west. Are you all agree on this? You can put reactions. Yes. Yes. How many of you agree? There are 50 people, 40 people. Oh, many are agreeing on this. Whether it is true, it is taught to us, whether it is true. In the English, it is called universal true, but whether it is true or not. One person has said. Whether it is true or not, no. Then how it is no? Can somebody? Why it is no? Can somebody?
Crush KH. Can you say why you are saying it is no? Actually, sun is constant, but Earth rotates from west to east, so that we feel it as east. Sun rising in the east and sets in the west. Yeah, you are right. But why we all are silent on this? Because we are taught like that, even me and you. This is why I'm saying that we have to de-learn these ecological terms, terminologies. Otherwise, this is the problem. This is the problem, how we are being taught and how we are being made marginalized. And when we talk about, as fisher peoples, when we talk about, there are people talking about sea level rise, no? People were referring about. Then if you go to this terminology also, I use the term fisher peoples, but they say that fishers and all. Why we are called fisher people? Can somebody say? Why the term fisher has come to us? Can somebody say why you can call them as fisher? They're wild hunters. They're Ah. fisher hunters Fish hunters. So they hunt fish, so they are fishers. for their Uh-huh. livelihood. For their For their livelihood. livelihood. Okay. Any other? And I would like to replace that word, historical people or conventional people. They are the traditional coastal dwellers. Traditional coastal dwellers. Okay. Yeah. Coastal dwellers. Yeah. Or marine. Hello, Kunjachan has been muted. Saying something or he has completed? Yes, I have completed. Please continue. So they say that we are fishers or whatever, as you said, because we are hunting fish and we are having our subsistence food as fish. So we are called fishers as per the dictionary references and as per the many terminologies that has been rolling around us. The problem here is that if that is so, if a person who cultivates vegetables should be called as vegetable man, vegetable person, no? Vegetable person, tomato man, superman, like that they should call them. Why they are calling them as farmers? So this is the problem, because this problem of terminologies, because when you say agriculture, it gives them the more cultural notations, and for others who have been still hunting, as Kunjachan said, has been kept discriminated in this way of civilization. So this is how the terminologies that we have been educated. When I say fisher, only I have rights over the sea to fish. But what about my land? Because I am an amphibian. So how can I say that I live in the land? My way of life is fishing. So how will you categorize rights for me in the land? So then again they are saying that you are just dwelling in the land, but not the land belongs to you. So this terminologies, historical terminologies, has been taught to us. These terminologies are been largely accepted. Nobody discusses on this. Nobody counters on that. There the problem comes of during the disasters and climate crisis. This is problematic. Why I am saying, as I said, we are living in a collective rights place. We have no rights to the land. When our lands are eroded, the lands of eroded and the land sea has taken our land back, we will be given alternative house or a house by the state outside the purview of the coast in maybe 200-300 meters away from where they have been living. House and land are not same, and they do it as a humanitarian, not rights oriented, humanitarian relief manner or recovery manner or rehabilitation manner. This is problematic because in that right I have the right to that land as customary rights or a collective rights. Hence I have nothing. You have been just throwing me out from my homeland
to a house of apartments. And they don't give me land back. And where does this land goes? If the land is coming back, the land is given to other, it is categorized as for public purpose, the land is categorized and given for coastal economic zones like ports and other activities. They didn't give land to land. They don't give land back to land. They give us relief and humanitarian way. This humanitarian way of life, that giving relief to relief and relief, kills our customary rights because we don't have rights to that land. This is one way of seeing. This is the other way of seeing climate crisis. How are you making the state accountable for these people? Not only these people who are living in the river banks, who are living in the forest. When like landslide that happened in Wayanad, now if they are the tree plantation estate workers, if they are removed from that place where they were living for histories, how will be they allocated and making this place as vulnerable zones? That is a way of stigmatization of these people, branding these people. So how as youths we see this climate change or this climate crisis is we have to open as youths in a different way to discuss differently. How does it affects all? It is not a technological innovation to substitute. For example, today's offshore energies, they say, no, windmills, offshore energy, they are bringing in the ocean spaces, saying that it is clean energy. Well and good. But if it is coming, if their plan is like offshore industrial parks, wind parks in the sea, say example 120 to 30 wind farms are coming in the ocean. They are plotting the ocean like the land, leasing out to Reliance and other groups to and the Denmark agreements were there with the joint venture agreements to put this farms. How do I will do my fishing? These lands are taken as rent, long time lease by these corporates. It affects largely our list. It's affect our fishing way of life. It is not only livelihood. Livelihood means is different. It's my way of life. Hunting is my way of life. The ocean belongs to me. I doesn't own the ocean. Both are different. These are all nature-based people. They are with the nature. They have inherent rights. Then, for example, if you also see the offshore energy is there, well and fine, well and good, we are getting blue energy. But if a tsunami happens, all the offshores, as we've seen in tsunami, all the boats are in the shore. Imagine these wind farms will be on my land. What will I do? There is no way. There is no. Now they are saying that the other way of climate crisis, they are also saying that there is no fish in the sea. When we say that our fish catch is declined, fishers using these trawlers and all these gears, they have overfished everything. So we are now going to culture fish, fishers to culture fish. Culturing fish is a new concept in the sea called mariculture. They are fishing in the sea. Already aquaculture, they are done in the inland waters and they have spoiled all the waters. Now they are coming to the sea and going to do seaweed farming, this thing, that thing. So what is this? Whether whatever I fish becomes overfishing is not at all true. Fishers cannot be blamed. Due to climate crisis, fish is a very sensitive animal. Like a person was saying, polar bears. Fish is very sensitive. Aquatic species are very, very sensitive. If a slight difference in the temperature, it will move to the other temperature where it can affordably live, peacefully live. So due to climate crisis, fish migrations are happening in a larger way. El Niño and La Niña effects. The fishes which are catching in the mechanized boats are now, which are catched by the short country boats are being catched by mechanized boats, which means the fishes are in deep sea now. So it is a fish migration is happening, but nobody addressed like that. The state doesn't address like that. State is coming with another alternative solution of culturing fish as a climate fault solution. There the problem comes.
When you culture fish and you create a new identity called fish farmers, where does this indigenous hunters go? There is, if you see the fisher policy schemes, out of 100 schemes, 90 schemes is for culturing fish. And after, from 2014 onwards, entire 33 states of the India has been considered for this cultural fishing. And fisheries department deals with the 33 states now. Initially, it was 9 coastal marine states. We are already marginalized. This is one climate false notion. This is climate crisis. Then again, the second example, I will also quote that offshore energies. Offshore energy as a green smart solution, but it is problematic for us. How our rights will be acknowledged there. How I will do fishing. When I was I'm doing my PhD in disasters. When I came to the Kerala State Disaster Management Authority in 2017, I was discussing with the secretary and the research people there. I was asking that this groins sea walls you have been seeing, it is funded by ADB project as sustainable coastal protection or sea protection. Some ADB project of millions of rupees. I said, why you are doing this? They said that to protect the coast so that people will be living happily. Then I asked that what are these houses? These houses are constructed by World Bank funds, and it is called cyclone shelters and also tsunami houses or fisherman houses. So that what is the need of it? They said that if the cyclone comes, they will be pushed to the cyclone shelters, and it is called the National Cyclone Risk Mitigation Project. Oh, they will cyclone comes, they will shift. What is this tsunami houses? These are houses because sea erosion is happening, so we are given alternating houses. So I asked him that what is the state doing? The state is giving some lump sum amount for the fishers to migrate to displace from here to that houses, the apartment size houses. So I said that where will the boats will be during the cyclone shelters and other things. Now boats we are also planning to park near to this, or it will be moved towards the inland estuaries. Okay. Now come to the point. You are putting a cyclone sea walls to save the coast. To save the coast. Then a cyclone shelter and this thing in the World Bank amount. If the sea walls is correct, the coast is safe, why people have to be shifted? Why these two projects? He said that, are you Marxist asking these questions? You people are against development. I have no answers to that because these are all World Bank debt funds. The government is getting debts and creating this. There is no logic in it. So this is the other way around. And when you see heavy rainfalls, cyclones and everything, they give pre-alerts 1 week as usual. Now I am saying that 1 week we are not allowed to do fishing. After the cyclone also 3 or 4 days we are not allowed to do fishing. So term of 15 days in a month it will go because of the cyclone. And if you consider November and December, it is almost 60 days, 40 days will be this off seasons. So if you roughly calculate per year, only 100 to 120 days fishers are doing fishing. That time only they are allowed. That is the feasible time to do fishing because it is reduced. Now, who is going to compensate this? If I am not going because of the disasters and climate crisis, I am not doing fishing. Who is going to do compensators? Because of the state, I am not allowed to do fishing. But what is the compensation for us? Not relief, I am saying. Relief, compensation for our fishing activities. What it is there? Nowhere it is done. Just an order to stop us to fishing. And if this is not alone for disasters, also when important people has come, like the Prime Minister and the President comes, any visit to Kanyakumari, that's all. The oceans are, for security reasons also, they are stopping us. So imagine these are all the climate crisis issues on fisher peoples.
but how much we are seeing, how much we are been interacting in this. For we are all categorized as illegal occupants. After a flood comes, what is happening? They will not go and destroy a mall. They will not go and destroy anything which is blocking the river channels. But the river bank people, the fishers or the Dalit or the scheduled people or the scheduled tribes who are living with the livelihoods will be removed, and they will be branded as living in vulnerable regions, objectionable areas, those who are living and subjecting and cost for floods, same like fishes, and they are being removed out of because they don't have land titles. So I request the entire floor to see the people of commons, the fisher peoples from river to ocean from this lens, to understand climate crisis from this lens. As technological solutions, we are seeing how to give solution is that recognizing us as in should see tribes is the only solution, giving a socio-cultural recognition to us to gain our rights back. Only rights is resilience for us. Resilient buildings or resilient solutions like early warning systems is not concrete solutions of us. So I request, it may be a very, I don't know, my speech might be very, I think that it is theoretical and it is very this thing, but I think that you all as youths to think on this lens, because I have no chance to reverse the wheel because we are taught by the academicians like this. Our school education is like that. So this is the time to rethink on these people of commons in the natural resource dependent communities, how pastoralists, fisher peoples, how the people who are living in the estuaries or in the inland waters will survive after this climate crisis emergency situation. Thank you. Yeah, thank you, John. Thank you for sharing valuable thoughts, insights, and critics. I think maybe these thoughts help everyone to think about more about the common people things and their livelihoods, especially in coastal areas. And thanks again for joining and sharing and spending time with us. Okay, thank you. Thank you. ഹായ് എവരിവൺ. ഇനി നമ്മൾ പറഞ്ഞതുപോലെ നമ്മളിനി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ബ്രേക്ക്ഔട്ട് റൂമിലേക്ക് തന്നെ റിട്ടേൺ പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് ടൈമിൽ ചെയ്തതുപോലെ ഇനി നമ്മൾ 2 ഡിഫറെൻറ്റ് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് നമുക്ക് പാനലിസ്റ്റുകളൊന്നും ഇല്ല, പക്ഷെ നമ്മൾ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ ഇടയിൽ സ്പ്ലിറ്റ് ചെയ്ത് തരും. നമ്മൾ 2 ബ്രേക്ക്ഔട്ട് റൂമിലേക്ക് പോകും. അതിൽ ഒരു റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൺസ്യൂമർ ചോയ്സസ് ആൻഡ് ദ എൻവയോൺമെന്റ് എന്നുള്ള ഒരു ടോപ്പിക്കും, സെക്കൻഡ് റൂമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ പ്രാക്ടീസ്. ഇങ്ങനെ 2 ടോപ്പിക്കുകളുള്ള 2 ബ്രേക്ക്ഔട്ട് റൂമിലേക്ക് നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പ്ലിറ്റ് ആവും. അതിൽ 2 ആളുകൾ ഈ ടോപ്പിക്ക് ലീഡ് ചെയ്തിട്ട് സംസാരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിലുള്ള നിങ്ങളുടെ തോട്ട്സ് അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസുകളൊക്കെയാണ് ഇനി ഷെയർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ബ്രേക്ക്ഔട്ട് റൂമിലേക്ക് പോകാൻ തോന്നുന്നു. Sorry, we are supposed to be there or we should leave? No? So you can leave. Thanks for being there. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളിപ്പോ സോറി പ്ലീസ് വെയിറ്റ്, ഞാൻ പറഞ്ഞുതരാം എന്താണ് നമ്മുടെ ടാസ്ക് എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് കൺസ്യൂമർ ചോയ്സസ് എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ചോയ്സസ് എന്താണെന്നുള്ളത് പറയാം. കാരണം നമുക്ക് മനുഷ്യന്മാരാണ്, നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് കാര്യങ്ങൾ എത്രയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആവശ്യങ്ങളുണ്ടായിരിക്കും. അപ്പോ അതിൽ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് തിരഞ്ഞെടുക്കും. ഇപ്പോൾ ഫുഡ് ആണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള നീഡ്സിൽ ഫുഡ്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന
ഫുഡ്, ഭക്ഷണ രീതി, അതുപോലെ ഡ്രസ്സിങ് സ്റ്റൈല്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ, ഇവയിലൊക്കെ സെലക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ അത് കൺസ്യൂം ചെയ്യുന്ന ടൈമിൽ ഉണ്ടാവുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഞാനിങ്ങനെ ജസ്റ്റ് നെക്സ്റ്റ് ഒരാൾക്ക് പാസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസ് ഒന്ന് ഷെയർ ചെയ്യാണ് വേണ്ടത്. ഓക്കെ ആണല്ലോ അല്ലെ? ജസ്റ്റ് ആരെങ്കിലും ഒരു റിയാക്ഷൻ ഇട്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഓരോരുത്തരായിട്ട് വിളിക്കാവുന്നു. Like, രണ്ട് റൂമുകളും ഓപ്പൺ ആണ്, ബ്രേക്ക്ഔട്ട് റൂംസ്. അപ്പം there are like different people who have already joined on those groups. So as a co-host, like you can jump into both rooms and explain the same. Yeah. Okay. Okay. First I pass over to Afshana Jamal. Hello, Afshana Jamal. You can share your thoughts about climate, sorry, consumers. Angel Abraham. Hello guys, is anyone audible?
ഈ റൂമിലുള്ള ആളുകൾക്ക് നിങ്ങൾ ഫോണിനാണ് ജോയിൻ ചെയ്തതെങ്കിൽ ടോപ്പില് നിങ്ങൾ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്ത് ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ there would be a button where you can join a breakout room. So ആ breakout room join ചെയ്താൽ you can also be on the discussion. Yeah. ഹലോ. ഹലോ. ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഇൻഷുറൻസിൽ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള സ്റ്റോറേജിന്റെ എങ്ങനെ എത്രത്തോളം സസ്റ്റൈനബിൾ ആക്കുക, ഒരു ക്ലൈമറ്റിന് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ അത് തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓരോരുത്തർക്കായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് ഷെയർ ചെയ്യും. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ പിന്തുടരുന്ന കാര്യങ്ങൾ, പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഷെയർ ചെയ്യുന്നു. ഫസ്റ്റ് ഇപ്പോൾ ഞാൻ എല്ലാവർക്കും ചെയ്യുന്നത്
ഞാൻ എൻ്റെ കോളേജ് കാലം ഞാൻ യൂസ് ചെയ്തിരുന്ന ജീൻസ് പാൻസ് എടുത്തിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബാഗുകളായിട്ട് യൂസ് ചെയ്യും. സ്റ്റിൽ ഞാൻ എപ്പോഴും അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഡെയിലി ലൈഫിലെ ട്രാൻസ്പോർട്ടേഷൻ ഞാൻ സൈക്കിളിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലത്തെ ആക്ടിവിറ്റീസ് നിങ്ങൾക്കും ഷെയർ ചെയ്യും. ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് പാസ് ചെയ്യാണ്. ഹലോ. ഓക്കെ, പറഞ്ഞോളൂ. എക്കോ ഫ്രണ്ട്ലി ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളോ? അത് കുറച്ച് നേരമായി, ഞാൻ ഇപ്പോഴാണ് വോയിസ് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ആ, നമ്മൾ കൺസ്യൂമർ നമ്മൾ ചെയ്യുന്ന ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അതൊന്ന് ഷെയർ ചെയ്യാം. എന്റെ പേര് ബാസിത എന്നാണ്. ഞാനിപ്പോ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ടീച്ചിങ് ഫീൽഡിലാണ്. പക്ഷെ എങ്കിലും എക്കോ ഫ്രണ്ട്ലി ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. കടയിലൊക്കെ പോകുമ്പോൾ നമ്മള് പ്ലാസ്റ്റിക് ആയിട്ടുള്ള കവേഴ്സ് യൂസ് ചെയ്യാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മള് സെഞ്ചികൾ അതുപോലെ തന്നെ പേപ്പർ കവേഴ്സ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ ബോട്ടില് യൂസ് ചെയ്യാണ്ട് നമ്മള് യാത്രകളിലൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കുറെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ നമ്മളെ വീട്ടിലാണെങ്കിലും നമ്മൾ പ്രേരിപ്പിക്കാറുണ്ട് പലപ്പോഴും. നമ്മള് കൾട്ടിവേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ മാക്സിമം നമ്മള് ട്രീ പോലത്തെ പ്ലാന്റേഷൻ ഒക്കെ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് ചെയ്യുന്ന അതൊക്കെ തന്നെ. Vasudha, you can pass to your next person. You can tag somebody. Hello. So Okay. breakout rooms ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ബ്രേക്ക്ഔട്ട് റൂം നടന്നുകൊണ്ടിരിക്കുകയാണോ? ഇപ്പം ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണോ? ആരെങ്കിലൊക്കെ റെസ്പോണ്ട് ചെയ്യുക. ഇവിടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ ഓക്കെ. സോ അതൊന്ന് ഒന്ന് പറയാനുള്ളവരെല്ലാവരും പറഞ്ഞു കേട്ടെ, ബാക്കി ഞങ്ങൾ കേൾക്കാം. Okay, I can pass next person. Abshana Jamal. അപ്ഷാന isn't responding. നെക്സ്റ്റ് പേഴ്സണിലേക്ക് പോട്ടെ. Adil Tarail. Several participants are joined. എന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളൊക്കെ അവിടെ റൂം 2 ഡിസ്കഷൻ, ഞങ്ങൾ കൺസ്യൂമർ പ്രാക്ടീസസിനെ പറ്റി ചെറിയ ഡിസ്കഷൻ കഴിഞ്ഞു വരികയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഔട്ട് റൂംസിന്റെ ഡിസ്കഷൻ സെഷൻ നമുക്ക് ഇവിടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. കാരണം 2 ബ്രേക്ക്ഔട്ട് റൂംസിൽ നിന്ന് എല്ലാവരും ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിശ്വസിക്കുന്നു. സോ ഈ ഒരു ഫസ്റ്റ് ഡേയുടെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് കടക്കുകയാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട്. ഓവറോൾ ഇന്നത്തെ ഒരു ഡേയിൽ സംഭവിച്ച അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊണ്ട കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത്, ഫേഴ്സ്ലി നമ്മൾ ആദ്യം ഇഗ്നൈറ്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സ്കൂൾ ഓഫ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് അലീം സാറിന്റെ അലീം യൂസഫിന്റെ സെഷനിൽ നമുക്ക് കുറച്ചുകൂടി വെസ്റ്റേൺ ഗട്ട്സിനെ പറ്റിയും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കുറെ സിറ്റുവേഷൻസിനെ പറ്റിയും ആൻഡ് വാട്ട് കുഡ് വി ഡു എന്ന് പറയുന്ന ഒരു സാധനവും ആ ഒരു ബേസിക് ആയിട്ടുള്ളതും നമുക്ക് സിമ്പിൾ ലാംഗ്വേജിൽ തന്നെ അതിനെ മനസ്സിലാക്കാൻ പറ്റിയ എന്നുള്ളൊരു കാര്യമാണ് അലീം സാറിന്റെ സെഷൻസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് കമ്മിങ് ടു ജോൺ സ്പാർട്ടേക്കസ് സെഷൻ ആസ് എ റിസർച്ച് സ്കോളർ ഹിംസെൽഫ്, അത് മൂപ്പര് അലീം സാർ വെസ്റ്റേൺ ഗട്ട്സിനെ പറ്റി പറഞ്ഞ സമയത്ത് നമുക്ക് ജോൺ സാർ പറഞ്ഞു തന്നത് കോസ്റ്റൽ ഏരിയനെ പറ്റിയും അവിടുത്തെ കോമൺ പീപ്പിളിന്റെ കാര്യങ്ങളെ പറ്റിയും അവിടുത്തെ കോമൺ പീപ്പിൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ പറ്റിയും ഒക്കെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ദർ വാസ് എ തോട്ട് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻ ഫ്രം ഹിം, സൺ റൈസ് ചെയ്യുന്നത് ഈസ്റ്റ് എന്നാണ് വെസ്റ്റ് എന്നാണ് എന്നുള്ളത്. സോ അങ്ങനത്തെ സോറി സോ അങ്ങനെ മൊത്തത്തിലൊന്ന് കുലിക്കുന്ന രീതിയിൽ സെഷൻസ് കഴിഞ്ഞ് വീണ്ടും ഒരു ബ്രേക്ക്ഔട്ട് റൂമിലേക്ക് പോയി നമ്മൾ അവിടെ ഡിസ്കഷൻസ് നടന്നു. ആൻഡ് താങ്ക്സ് ഫോർ എവറിഥിങ്. താങ്ക് യു ഓൾ ഫോർ ബീങ് സോ ആക്റ്റീവ് ഇൻ ദ ബ്രേക്ക്ഔട്ട് റൂംസ്. കാരണം ബ്രേക്ക്ഔട്ട് റൂം സെക്കൻഡിൽ നടന്നിരുന്ന സെഷനിൽ എല്ലാവരും പങ്കെടുത്തു എന്നുള്ളൊരു സന്തോഷമുണ്ട്. ആൻഡ് ഓവറോൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് നമ്മളോട് എല്ലാവരുമായിട്ടും എല്ലാ രീതിയിലും സഹകരിച്ചിരുന്ന എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറയാണ്. ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു see you on the day 2 also. And so overall this is the conclusion of this day 1. Hope you all have enjoyed, hope you all have had some learnings from today. Hope you all have had some unlearning and relearning, all those things. So thank you, thanks a lot. And in case someone is having some queries, you can drop it in the chat box or you can turn on your mics right now. ഹലോ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ? Of course. ഞാൻ ഫോറസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പൊ നമ്മളിത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ എന്നാലും ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. എന്നാലും നിങ്ങൾ പല ഫീൽഡിലുള്ളവര് ഇങ്ങനെ വളരെ ക്രിയേറ്റീവ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുകയും എന്തൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെ വലിയ കാര്യമാണ്. എല്ലാ ഓർഗനൈസേഴ്സിനും ആശംസകൾ. Thanks a lot. Of course, ഇങ്ങനെ ലൈക്ക് ഒരുപാട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള സാധനം ഉണ്ടാവുക എന്നുള്ളത് പറയുമ്പോൾ തന്നെ വലിയൊരു നല്ലൊരു കാര്യമാണ്. സോ അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് ഇനിയും ഒരുപാട് വർക്ക്സ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. താങ്ക് യു.
Guys, you are free to leave the meeting. Meeting നിന്ന് എല്ലാവർക്കും ലീവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ. And looking forward to see you on day 2 also. Thank you. Hello guys, still there are someone here. Abshana Jamal, Srilekha, and Jumana Shamir. Guys, do you have some queries or something?